തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് 14-ാം വാർഡിലെ 38-ാം നമ്പർ ഹരിശ്രീ സ്മാർട്ട് അംഗൻവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കെ രാമചന്ദ്രൻ എംഎൽഎ നിർവഹിച്ചു. തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് അധ്യക്ഷയായി. മുൻ MP TN പ്രതാപൻ മുഖ്യാതിഥിയായി. പ്രിൻസിപ്പൽ സെക്രട്ടറി രാജു നാരായണൻ സ്വാമി വിശിഷ്ടാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് അംഗം ജോസഫ് ടാജറ്റ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ മിനി ഡെന്നി പനോക്കാരൻ, പോൾസൺ തെക്കുംപീടിക, പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ മേരിക്കുട്ടി വർഗീസ്, ആരോഗ്യ വിദ്യാഭ്യാസകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ജിഷ ഡേവിസ്, വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സലീഷ് ചെമ്പാറ, പഞ്ചായത്ത് അംഗങ്ങളായ മോഹനൻ തൊഴുക്കാട്ട്, ഹനിത ഷാജു, ഗിഫ്റ്റി ഡെയ്സൺ, സൈമൺ നമ്പാടൻ, അനു പനങ്കൂടൻ, ഐശ്വര്യ സൂപ്പർവൈസർ ആൻസി ജോസ്, കോൺഗ്രസ് പ്രതിനിധി സന്ദീപ് കണിയത്ത്, CPM പ്രതിനിധി VM സിനീഷ്, CPI പ്രതിനിധി VK സുലൈമാൻ, BJP പ്രതിനിധി അനിൽകുമാർ, അങ്കണവാടി വർക്കർ KK അനിത എന്നിവർ പ്രസംഗിച്ചു. മുൻ MP TN പ്രതാപന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 21.70 ലക്ഷം രൂപ ചെലവിട്ടായിരുന്നു പുതിയ കെട്ടിടം നിർമ്മിച്ചത്. നമ്മുടെ ഈ പ്രദേശത്ത് ഹരിശ്രീ അംഗൻവാടി എന്ന നിലയിലുള്ള ഒരു അംഗൻവാടി കേന്ദ്രം സ്മാർട്ട് അംഗൻവാടിയായി ഉയർത്തിയതിന് ആവശ്യമായ കെട്ടിടവും അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കി അതിന്ന് ഔപചാരികമായി നമ്മളിവിടെ ഇന്ന് തുറന്നു കൊടുക്കുകയാണ്. 25 അംഗനവാടികളാണ് നമ്മുടെ പഞ്ചായത്തിലുള്ളത്. അതിൽ നമുക്കറിയാം, ഒരു അംഗനവാടിക്ക് ഇതുവരെ നമുക്ക് സ്ഥലം ലഭ്യമായിട്ടില്ല. അത് വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. സ്ഥലം നമുക്ക് നമ്മുടെ പ്രിയങ്കരിയായ ഡോക്ടർ അനുപമ വിജയൻ നമുക്ക് തരാമെന്ന് ഏറ്റിട്ടുണ്ടെങ്കിലും അതിൻ്റെ ആ സ്ഥലത്തിൻ്റെ തരം മാറ്റൽ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ അത് കുറച്ച് താമസം വരികയാണ്. അന്ന് ജില്ലാ പഞ്ചായത്ത് ജോസഫ് ടാജറ്റ് ഉണ്ടായിരുന്നു. ആളുമായിട്ട് ടാജറ്റ് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ആളോട് പറഞ്ഞ സൊല്യൂഷൻ നമുക്ക് MP കൊണ്ട് പറയാം, MP കൊണ്ട് ചെയ്യിക്കാം. ആ സമയത്താണെന്ന് വെച്ചാൽ നമുക്ക് കോവിഡുമായി ബന്ധപ്പെട്ട് MP ഫണ്ട് ഒരു വർഷം അനുവദിച്ചിരുന്നില്ല. പിറ്റേ വർഷമായിട്ട് കുറച്ചേ കിട്ടിയിരുന്നുള്ളൂ. സന്തോഷകരമായ ഒരു ചടങ്ങിലാണ് ഞാനും നിങ്ങളൊക്കെ പങ്കെടുക്കുന്നു. നമുക്കറിയാം, നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ച് എല്ലാ അംഗനവാടികളും നല്ല നിലയിൽ പ്രവർത്തിക്കുന്നു. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ ഒരു അംഗൻവാടി ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയില്ല സന്തോഷം ഞാൻ ആദ്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ നഭോമണ്ഡലത്തില് വളരെ പ്രധാനപ്പെട്ട പങ്കാണ് അംഗൻവാടികൾക്ക് നിർവഹിക്കുവാനുള്ളത്. AC ഉൾപ്പെടെയുള്ള ഇലക്ട്രിഫിക്കേഷൻ വർക്കുകൾ, പ്ലംബിംഗ്, സാനിറ്ററി വർക്കുകൾ, കളിയുപകരണങ്ങൾ സ്ഥാപിക്കൽ, ആർട്ട് വർക്ക്, ഹാൻഡ് റെയിൽ, ചുറ്റുമതിൽ എന്നിവ കൂടി പ്രവൃത്തിയിൽ ഉൾപ്പെടുത്തി ചെയ്തിട്ടുള്ളതാണ്. ഒട്ടനവധി പ്രമുഖരായിട്ടുള്ള ജനപ്രതിനിധികളോടൊപ്പവും അതുപോലെ തന്നെ IPS IAS ഓഫീസർമാരോടൊപ്പമൊക്കെ തന്നെ വേദി പങ്കിടാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ടെങ്കിലും ചെറുപ്പത്തിലെ തുടങ്ങി മനസ്സുകൊണ്ട് ആരാധിച്ചിരുന്നൊരു വ്യക്തിയുടെ ഒപ്പം വേദി പങ്കിടാൻ കഴിഞ്ഞു. നമുക്ക് ഈ അംഗനവാടി അനുവദിക്കുന്ന പ്രതാപൻ സാറിന് വലിയ നന്ദി പറയാം. അതുപോലെ ഒരു സ്മാർട്ട് അംഗനവാടി, അതുപോലെ തന്നെ എൻ്റെ വാർഡിലും നമ്മുടെ MLA സാറ് നമുക്ക് 27 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തൃക്കൂർ ഗ്രാമപഞ്ചായത്തിൽ വെള്ളം, വെളിച്ചം, അതുപോലെ അടിസ്ഥാന സൗകര്യങ്ങൾ, നമുക്ക് വെള്ളത്തിനെ കുറിച്ചറിയാം. നമുക്കറിയാം, ഈ സമയങ്ങളിൽ മുഴുവനായും വെള്ളത്തിൻ്റെ ഒട്ടേറെ ബുദ്ധിമുട്ട് അനുഭവിച്ചൊരു സമയം ഉണ്ടായിരുന്നു. നല്ലൊരു സുദിനത്തിലാണ് നമ്മളിന്ന് ഇവിടെ എല്ലാവരും എത്തിച്ചേർന്നിട്ടുള്ളത്. താഴെ തട്ടിൽ നിന്ന് തന്നെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുകയാണ്. അഭ്യാജങ്ങളും അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മളിന്ന് മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്ന ആൾ ഇവിടുത്തെ വികസനം പോലെ തന്നെ ഒരുപക്ഷെ തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂർ ടൗണിനെ ഇങ്ങനെ ആക്കിയ ഒരു മഹാന് കൂടിയാണ് ഈ ഇരിക്കുന്നത്.